വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നോ? വിധി പ്രസ്താവനത്തിലെ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഈ ജാമ്യം ലഭിച്ചിരിക്കുന്ന 5 പേർക്ക് കർശന വ്യവസ്ഥകളാണ് വെച്ചിരിക്കുന്നത്. അവർ 12 വ്യവസ്ഥകളാണ്, ഇതിൽ കർശനമായ വ്യവസ്ഥകളാണ് വെച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, കേസുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ ഇടപെടരുത്, പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം തുടങ്ങിയ വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യവസ്ഥയെങ്കിലും ലംഘിച്ചാൽ ഇവർക്ക് തിരികെ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. മാത്രമല്ല ഈ പ്രോസിക്യൂഷന് കുറ്റം ഒരു ജാമ്യ നടക്കുന്ന വാദത്തിനിടയിൽ പോലും സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് ഈ 2 പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ്. അതായത് ഷർജിൽ ഇമാമിനും ഉമർ ഖാലിദിനും ഈ കലാപ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഭീകര പ്രവർത്തനത്തിന് സമാനമായ കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്, വാദിച്ചിരുന്നത്. അത് ഏകദേശം ശരിവെക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സുപ്രീം കോടതിയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 7 പേരുടെ ഒരു ജാമ്യ വിധിയിൽ 5 പേർക്ക് ജാമ്യം നൽകുകയും 2 പേർക്ക് ജാമ്യം നൽകാതിരിക്കുകയും ചെയ്യുന്നത്. ശക്തമായ തെളിവുകൾ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ഉണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ധനസുബോധ്, ഇതിപ്പോൾ വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാട്ടി ജാമ്യം നൽകാൻ കഴിയില്ല എന്നാണല്ലോ കോടതി ആവർത്തിക്കുന്നത്. ഈ വിചാരണ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായോ? വിചാരണ സംബന്ധിച്ച പരാമർശവും ഉണ്ടായിട്ടുണ്ട്. അവർ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ വിചാരണ നടപടികൾ അനന്തമായി നീളുന്നത് ശരിയല്ല എന്നുള്ള ഒരു പരാമർശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരണ വേഗത്തിലാക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രതികൾക്ക് അവർ നിരപരാധികളാണ് എന്നുള്ളൊരു കാര്യമാണ് ഡൽഹി ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും സുപ്രീം കോടതിയിലും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തെളിവ് സഹിതം വിചാരണ കോടതിയിൽ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിയണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു സംശയത്തിന്റെ ആനുകൂല്യം ഇപ്പോൾ നൽകാനാവില്ല. മാത്രമല്ല ഇപ്പോൾ ഈ 5 പേർ ചെയ്ത ഒരു കുറ്റവും ഇവർ ചെയ്ത കുറ്റവുമായി ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. കൂടുതൽ ഗൗരവപരമായിട്ടുള്ള കുറ്റം ചെയ്തിരിക്കുന്നത് ഉമർ ഖാലിദും ഷർജിൽ ഇമാമും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം നൽകി എന്നുള്ളത് കൊണ്ട് ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നൽകേണ്ട കാര്യമില്ല. കുറ്റകൃത്യം പരിഗണിക്കുമ്പോൾ അത് പല തരത്തിലുള്ള പല ആഴത്തിലുള്ള ഒരു ഇടപെടലിലും പങ്കുമാണുള്ളത്. ഇവരുടെ ഒരു പങ്ക് ഇപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്, ഷർജിൽ ഇമാമിൻ്റെയും ഉമർ ഖാലിദിൻ്റെയും. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നൽകാനാവില്ല. അതേസമയം മറ്റുള്ളവർ കുറച്ചുകൂടി ഗൗരവം കുറഞ്ഞ കുറ്റകൃത്യമാണ് കോടതിക്ക് ചെയ്തതെന്നാണ് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 5 പേർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൽഹി പോലീസ് മുന്നോട്ട് വച്ചിരിക്കുന്ന വാദങ്ങൾ ഇവയെല്ലാം തന്നെ കോടതി അംഗീകരിച്ചു എന്ന് വേണ്ടേ ധനസുബോധം മനസ്സിലാക്കാൻ? ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞിരിക്കുന്ന വാദമുഖങ്ങൾ ഈ 2 പേരുടെ കാര്യത്തിൽ മുഖവിലേക്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കാണുന്നത്. അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് ഹാജരായത്. അഭിഷേക് മനു സിംഗ്വി അടക്കമുള്ളവർ നേരത്തെ ഹാജരായത് ഗുൽഷിഫ തുടങ്ങിയ അവർക്ക് വേണ്ടിയായിരുന്നു. അവർക്ക് അവരുടെ ഈ തരത്തിലുള്ള കലാപ ഗൂഢാലോചനയിലൊന്നും അവർക്ക് പങ്കില്ല. മാത്രമല്ല ഇവർ രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ മാത്രമായിരുന്നു അവർ. മാത്രമല്ല ഇവർ ചെയ്ത പോലത്തെ ഈ 2 പേർ ചെയ്ത പോലത്തെ ഒരു കുറ്റകൃത്യങ്ങൾ അവർക്ക് ആ തരത്തിൽ പങ്കില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിൽ തന്നെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്, ഇവർ ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ. ആ സംശയത്തിൻ്റെ ആനുകൂല്യം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് 5 പേർക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം കുറ്റത്തിൻ്റെ ഗൗരവം അത് കൂടുതൽ ആഴത്തിൽ പങ്കുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് 2 പേർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 പേർക്ക് ജാമ്യം നൽകാതിരിക്കുന്നത്. വിചാരണ നടപടികൾ വേഗത്തിലാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അഭിഭാഷകരുടെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ധനസുബോധ്? ഇപ്പോൾ ഈ ഉമർ ഖാലിദ് അതുപോലെ തന്നെ ഷർജിൽ ഇമാം ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകാനായിരിക്കും, എന്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനിക്കുക? ഇനിയിപ്പോൾ ഇവർ 2 പേരാണെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും ഇനി ഈ ജഡ്ജ്മെൻറ്റിൽ പകർപ്പ് കിട്ടിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പലതരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമായിരിക്കും അവർ പറയാൻ സാധ്യതയുള്ളത്. അതായത് ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, കേസ് പരിഗണിച്ചപ്പോൾ ചിലപ്പോൾ വസ്തുതാപരമായ ചില പിഴവുകൾ ഉണ്ടായേക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ തരത്തിലുള്ള ഒരു വിധിക്ക് പുനഃപരിശോധന നൽകുന്നത്. പക്ഷേ പുനഃപരിശോധന നൽകുമ്പോൾ ഏത് കോടതിയാണോ അവർ പരിഗണിച്ചത് ആ
ആ കോടതി തന്നെ ഇരുന്ന് അവർ ചേംബറിൽ കേട്ട് പുനഃപരിശോധനാ ഹർജി തള്ളുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇനി പുനഃപരിശോധനാ ഹർജിയുമായി മുന്നോട്ട് പോയാലും അവർക്ക് ആ തരത്തിലുള്ള ഒരു പുറത്തിറങ്ങാനുള്ള അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇന്ന് വൈകിട്ടോടെ തന്നെ ഈ 5 പേർക്കും തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളതാണ് 5 പേരുടെ കാര്യത്തിൽ ഒരു ആശ്വാസം.